ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെസ്സേജ് ഒതൻറ്റിക്കേഷൻ ആൻഡ് ഹാഷ് ഫങ്ഷൻസ് ആണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് ആണ്. അതായത് ഒരു നെറ്റ്വർക്കിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പം അവിടെ ഒത്തിരി അറ്റാക്സിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ പറയുന്നതാണ് ഡിസ്ക്ലോഷർ, ട്രാഫിക് അനാലിസിസ്, മാസ്കുരേഡ്, കണ്ടൻറ് മോഡിഫിക്കേഷൻ, സീക്വൻസ് മോഡിഫിക്കേഷൻ, ടൈമിംഗ് മോഡിഫിക്കേഷൻ, സോഴ്സ് റെപ്യൂഡിയേഷൻ, ഡെസ്റ്റിനേഷൻ റെപ്യൂഡിയേഷൻ. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് അറ്റാക്സ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഒരു നെറ്റ്വർക്കിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ വരാൻ സാധ്യതയുള്ള അറ്റാക്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിനകത്ത് ആദ്യം വരുന്നത് ഡിസ്ക്ലോഷറാണ്. ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് മെസ്സേജ് കണ്ടൻറ് ടു എനി പേഴ്സൺ ഓർ പ്രോസസ് നോട്ട് പൊസസിങ് ദ അപ്രോപ്രിയേറ്റ് ക്രിപ്റ്റോഗ്രഫിക് കീ. അതായത് ഈ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോഗ്രഫിക് കീ ഇല്ലാതെ ആ മെസ്സേജിൻ്റെ കണ്ടൻറ്റ് കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് മെസ്സേജ് കണ്ടൻറ് ടു എനി പേഴ്സൺ ഓർ പ്രോസസ് നോട്ട് പൊസസിങ് ദ അപ്രോപ്രിയേറ്റ് ക്രിപ്റ്റോഗ്രഫിക് കീ. അപ്രോപ്രിയേറ്റ് ക്രിപ്റ്റോഗ്രഫിക് കീ കയ്യിലില്ലാത്ത ഏതെങ്കിലും ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആ മെസ്സേജ് കാണുകയാണെങ്കിൽ, മെസ്സേജിൻ്റെ കണ്ടൻറ്റ് കാണുകയാണെങ്കിൽ അതിനെയാണ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാഫിക് അനാലിസിസ്, ഡിസ്കവറി ഓഫ് ദ പാറ്റേൺ ഓഫ് ട്രാഫിക് ബിറ്റ്വീൻ പാർട്ടീസ്. അതിനാണ് നമ്മൾ ട്രാഫിക് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഡിസ്കവറി ഓഫ് പാറ്റേൺ ഓഫ് ട്രാഫിക് ബിറ്റ്വീൻ പാർട്ടീസ്. അതായത് സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ഇടയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ട്രാഫിക് അത് അനലൈസ് ചെയ്ത് ആ പാറ്റേൺ കണ്ടുപിടിക്കുക. അതിനാണ് ട്രാഫിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻ എ കണക്ഷൻ ഓറിയൻറ്റഡ് ആപ്ലിക്കേഷൻ ദ ഫ്രീക്വൻസി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് കണക്ഷൻ കുഡ് ബി ഡിറ്റർമൈൻ. അതായത് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് കണക്ഷൻ്റെ ഫ്രീക്വൻസി, ഡ്യൂറേഷൻ ഓഫ് കണക്ഷൻ ഇതെല്ലാം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇൻ ഐദർ എ കണക്ഷൻ ഓറിയൻറ്റഡ് ഓർ കണക്ഷൻ ലെസ് എൻവയോൺമെൻറ്റ് ദ നമ്പർ ആൻഡ് ലെങ്ത് ഓഫ് ദ മെസ്സേജ് ബിറ്റ്വീൻ പാർട്ടീസ് ക്യാൻ ബി ഡിറ്റർമൈൻ. അതായത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിലും കണക്ഷൻ ലെസ് ആണെങ്കിലും നമുക്ക് ജനറലായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്പർ ആൻഡ് ലെങ്ത് ഓഫ് ദ മെസ്സേജ് ബിറ്റ്വീൻ പാർട്ടീസ്, സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ഇടയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ലെങ്ത് ഓഫ് ദ മെസ്സേജ് അല്ലെങ്കിൽ നമ്പർ, എത്ര മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ട്രാഫിക് അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്തത് മാസ്കുരേഡാണ്. മാസ്കുരേഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻസേർഷൻ ഓഫ് മെസ്സേജ് ഇൻ ടു ദ നെറ്റ്വർക്ക് ഫ്രം ഫ്രോഡ്ലൻറ്റ് സോഴ്സ്. അതായത് ഫേക്കായിട്ടുള്ള സോഴ്സിൽ നിന്ന് മെസ്സേജ് ആക്ച്വൽ കമ്മ്യൂണിക്കേഷനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. അതാണ് ഈ മാസ്കുരേഡിൽ പറയുന്നത്. ഇൻസേർഷൻ ഓഫ് മെസ്സേജ് ഇൻ ടു ദ നെറ്റ്വർക്ക് ഫ്രം എ ഫ്രോഡ്ലൻറ്റ് സോഴ്സ്. ദിസ് ഇൻക്ലൂഡ് ദ ക്രിയേഷൻ ഓഫ് മെസ്സേജ് ബൈ ആൻ ഓപ്പണൻറ്റ് ദാറ്റ് ആർ പെർപ്പറേറ്റഡ് ടു കം ഫ്രം ആൻ ഓതറൈസ്ഡ് എൻറ്റിറ്റി. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് വരുന്ന മെസ്സേജ് ആണെന്നും പറഞ്ഞിട്ട് ഈ അറ്റാക്കർ മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അറ്റാക്കർ തന്നെ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ക്ലെയിം ചെയ്യും ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റിയിൽ നിന്ന് വരുന്ന മെസ്സേജ് ആണെന്ന്. ഓൾസോ ഇൻക്ലൂഡ് ഫ്രോഡ്ലൻറ്റ് അക്നോളജ്മെൻറ്റ് ഓഫ് മെസ്സേജ് റെസിപ്റ്റ് ഓർ നോൺ റെസിപ്റ്റ് ബൈ സം വൺ അതർ ദാൻ ദ മെസ്സേജ് റെസിപ്പിയൻറ്റ്. അതായത് ഫേക്ക് ആയിട്ടുള്ള അക്നോളജ്മെൻറ്റ്, അതായത് മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള അക്നോളജ്മെൻറ്റ്. പിന്നെ നോൺ റെസിപ്റ്റ് അക്നോളജ്മെൻറ്റ്, അതായത് വേറൊരാൾ ഒറിജിനൽ റെസിപ്പിയൻ്റ് അല്ലാണ്ട് വേറൊരാൾ മെസ്സേജ് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് അയക്കാം. ഇതൊക്കെയാണ് മാസ്കുരേഡിൽ വരുന്നത്. അതായത് ഇൻസേർഷൻ ഓഫ് മെസ്സേജ് ഇൻ ടു ദ നെറ്റ്വർക്ക് ഫ്രം എ ഫ്രോഡ്ലൻറ്റ് സോഴ്സ്. ദിസ് ഇൻക്ലൂഡ് ദ ക്രിയേഷൻ ഓഫ് മെസ്സേജ് ബൈ ആൻ ഓപ്പണൻറ്റ് ദാറ്റ് ആർ പെർപ്പറേറ്റഡ് ടു കം ഫ്രം an authorized entity. Also included are
fraudulent acknowledgement of message receipt or non-receipt by someone other than the message recipient. ഇനി അടുത്ത് വരുന്നത് കണ്ടൻറ് മോഡിഫിക്കേഷൻ ആണ്. ചേഞ്ചസ് ടു ദ കണ്ടൻറ് ഓഫ് മെസ്സേജ് ഇൻക്ലൂഡിങ് ഇൻസേർഷൻ, ഡിലീഷൻ, ട്രാൻസ്പോസിഷൻ ഓർ മോഡിഫിക്കേഷൻ. ഇനി പറയുന്നത് കണ്ടൻറ് മോഡിഫിക്കേഷൻ ആണ്. ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെസ്സേജിൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുക, അതായത് ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ട്രാൻസ്പോസിഷൻ, ഇങ്ങനെ പല മോഡിഫിക്കേഷൻ ഒറിജിനൽ മെസ്സേജിൽ വരുത്തുന്ന ഒരു അറ്റാക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സീക്വൻസ് മോഡിഫിക്കേഷൻ. എനി മോഡിഫിക്കേഷൻ ടു ദ സീക്വൻസ് ഓഫ് മെസ്സേജ് ബിറ്റ്വീൻ പാർട്ടീസ് ഇൻക്ലൂഡിങ് ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് റീഓർഡറിങ്. അതായത് എന്താണ്, സെൻഡറും റിസീവറും തമ്മിലുള്ള ഒരു മെസ്സേജിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും, ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെയുള്ള. അതിനകത്ത് വരുന്ന മോഡിഫിക്കേഷനാണ് പറയുന്നത്. എനി മോഡിഫിക്കേഷൻ ടു സീക്വൻസ് ഓഫ് മെസ്സേജ് ബിറ്റ്വീൻ പാർട്ടീസ്. അതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻസേർഷൻ, ഡിലീഷൻ അല്ലെങ്കിൽ റീഓർഡറിങ്, അതായത് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ മെസ്സേജിൻ്റെ സീക്വൻസ് റീഓർഡർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈമിംഗ് മോഡിഫിക്കേഷൻ. ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിലേ ഓർ റിപ്ലൈ ഓഫ് മെസ്സേജ്. ഇതിനകത്ത് വരുന്നത് അതായത് എന്താണ്, മെസ്സേജ് ഡിലേ ആക്കുക അല്ലെങ്കിൽ എന്താണ് റിപ്ലൈ ഓഫ് മെസ്സേജസ്. In a connection oriented application, an entire session or sequence of message could be a replay of some previous valid session, or individual message in the sequence could be delayed or replayed. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ എന്താണ് മെസ്സേജ് ഡിലേ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേ ചെയ്യുക. റീപ്ലേ എന്ന് പറയുമ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുന്നേ ഏതെങ്കിലും ഒരു പ്രീവിയസ് സെഷനിലുള്ള മെസ്സേജ് എടുത്തിട്ട് വീണ്ടും അയക്കുന്നത്, അതാണ് പറയുന്നത്. ഇൻ എ കണക്ഷൻ ഓറിയൻറ്റഡ് ആപ്ലിക്കേഷൻ ആൻ എൻറ്റയർ സെഷൻ ഓർ സീക്വൻസ് ഓഫ് മെസ്സേജ് കുഡ് ബി റീപ്ലേ ഓഫ് സം പ്രീവിയസ് വാലിഡ് സെഷൻ ഓർ ഇൻഡിവിജ്വൽ മെസ്സേജ് ഇൻ ദ സീക്വൻസ് കുഡ് ബി ഡിലേഡ് ഓർ റീപ്ലേഡ്. മുന്നേ എപ്പോഴെങ്കിലും ഉള്ള ഒരു മെസ്സേജ് എടുത്തു വച്ചിട്ട് അത് വീണ്ടും അയക്കുക, അതിനാണ് റീപ്ലേ അറ്റാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെപ്യൂഡിയേഷൻ അറ്റാക്കാണ്. സോഴ്സ് റെപ്യൂഡിയേഷൻ, ഡെസ്റ്റിനേഷൻ റെപ്യൂഡിയേഷൻ. റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിനയൽ ഓഫ് റെസിപ്റ്റ് ഓഫ് മെസ്സേജ് ബൈ ഡെസ്റ്റിനേഷൻ ഓർ ഡിനയൽ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ബൈ സോഴ്സ്. ഇതിനെയാണ് റെപ്യൂഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഡെസ്റ്റിനേഷനിൽ ഡാറ്റ കിട്ടിയാലും അത് കിട്ടിയിട്ടില്ലെന്ന് പറയാം, അല്ലെങ്കിൽ ഡിനയൽ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ബൈ സോഴ്സ്, അതായത് സോഴ്സ് അയച്ചത് അയാളല്ല അയച്ചതെന്ന് പറയാം. അതാണ് ഈ റെപ്യൂഡിയേഷൻ അറ്റാക്കിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഹാഷ് ഫങ്ഷൻസ് ആണ്. എ ഹാഷ് ഫങ്ഷൻ ആക്സെപ്റ്റ് എ വേരിയബിൾ സൈസ് മെസ്സേജ് എം ആസ് ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് എ ഫിക്സഡ് സൈസ് ഔട്ട്പുട്ട് റെഫേർഡ് ടു ആസ് മെസ്സേജ് ഡൈജസ്റ്റ് ഓർ ഹാഷ് കോഡ് എച്ച് ഓഫ് എം. അതായത് ഹാഷ് ഫങ്ഷനിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാഷ് ഫങ്ഷൻ ഒരു വേരിയബിൾ സൈസ് മെസ്സേജ്, വേരിയബിൾ ലെങ്ത് മെസ്സേജ് ചെയ്യാം ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതിനെ ഒരു ഫിക്സഡ് സൈസ് ഔട്ട്പുട്ടാക്കും. അതിനെയാണ് നമ്മൾ മെസ്സേജ് ഡൈജസ്റ്റ് അല്ലെങ്കിൽ ഹാഷ് കോഡ് എന്ന് പറയുന്നത്. എ ഹാഷ് കോഡ് ഡസ് നോട്ട് യൂസ് എ കീ ബട്ട് ഈസ് എ ഫങ്ഷൻ ഓൺലി ഓഫ് ദ ഇൻപുട്ട് മെസ്സേജ്. ഹാഷ് കോഡ് അതിനകത്ത് കീ ഒന്നും എടുക്കുന്നില്ല, അതും ജസ്റ്റ് മെസ്സേജ് എടുത്തിട്ട് മെസ്സേജിനെ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റി ഔട്ട്പുട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെസ്സേജിൻ്റെ മാത്രം ഒരു ഫങ്ഷൻ ആയിരിക്കും. ഹാഷ് കോഡ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് മെസ്സേജ് ഡൈജസ്റ്റ് ഓർ ഹാഷ് വാല്യൂ. The hash code is a function of all the bits of the message and provide an error detection capacity. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാഷ് കോഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻപുട്ട് മെസ്സേജ് അതിലെ എല്ലാ ബിറ്റ്സിൻ്റെയും കൂടെ ഒരു ഫങ്ഷൻ ആയിരിക്കും. ഈ ഹാഷ് കോഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എറർ ഡിറ്റക്ഷൻ കേപ്പബിലിറ്റിയാണ്. അതായത് ഇൻപുട്ട് മെസ്സേജ് ഉണ്ടാവും നമുക്ക്, അതിൻ്റെ എല്ലാ ബിറ്റ്സിൻ്റെയും കൂടെ ഒരു ഫോർമാറ്റാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു സിംഗിൾ ബിറ്റിൽ ചേഞ്ച് വന്നാൽ അതിന് കറസ്പോണ്ടിങ് ഹാഷ് കോഡ് ചേഞ്ച് വരും. എ ചേഞ്ച് ടു എനി ബിറ്റ് ഓർ ബിറ്റ്സ് ഇൻ ദ മെസ്സേജ് റിസൾട്ട്സ് ഇൻ എ ചേഞ്ച് ഇൻ ദ ഹാഷ് കോഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെസ്സേജും അതിന് കറസ്പോണ്ടിങ് ഹാഷ് കോഡും ഉണ്ടെങ്കിൽ നമുക്ക് ആ മെസ്സേജിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റും. കണ്ടൻസ്
an arbitrary message to a fixed size message. അതായത് നമ്മളൊരു വേരിയബിൾ ലെങ്ത്തിനെ എടുത്തിട്ട് ഫിക്സഡ് സൈസിലോട്ട് മാറ്റുന്നു. യൂഷ്വലി അസ്യൂം ദാറ്റ് ദ ഹാഷ് ഫംഗ്ഷൻ ഈസ് പബ്ലിക് ആൻഡ് നോട്ട് കീഡ്. മാക്കിൽ നമുക്കൊരു കീ ഉണ്ടായിരുന്നു, ഹാഷ് യൂസ്ഡ് ടു ഡിറ്റക്ട് ചേഞ്ച് ടു മെസ്സേജ്. അതായത് നമ്മൾ പറഞ്ഞു ഹാഷ് മെസ്സേജിനകത്ത് ഒരു ബിറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹാഷ് കോഡ് മാറുന്നു. സോ ഹാഷ് യൂസ് ടു ഡിറ്റക്ട് ചേഞ്ചസ് ടു മെസ്സേജ്. ക്യാൻ യൂസ് ഇൻ വേരിയസ് വേസ് വിത്ത് മെസ്സേജ്, മോസ്റ്റ് ഓഫൺ ടു ക്രിയേറ്റ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാക്കാനാണ്. ഇതാണ് ഹാഷ് ഫംഗ്ഷൻ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെയും ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു മെസ്സേജ് എം ഉണ്ട്, അതിനകത്തോട്ട് നമ്മൾ മെസ്സേജിൻ്റെ കറസ്പോണ്ടിങ് ഹാഷ് കണ്ടു, എന്നിട്ട് അതിനെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തു. അതായത് നമ്മൾ എ ബിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ മെസ്സേജ് എം ആണ്, ആ മെസ്സേജ് എമ്മിൻ്റെ കറസ്പോണ്ടിങ് ഹാഷ് വാല്യൂ കണ്ടു, എന്നിട്ട് ആ ഹാഷ് വാല്യൂവിന് നമ്മൾ എയുടെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തു. അതായത് എ സൈൻ ചെയ്തു, എന്നിട്ട് ആ മെസ്സേജും ഈ സിഗ്നേച്ചറും കൂടെ അപ്പൻഡ് ചെയ്ത് ബിക്ക് അയച്ചു. ബിക്ക് മെസ്സേജും കിട്ടി, ആ സിഗ്നേച്ചറും കിട്ടി. എന്നിട്ട് ബി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ മെസ്സേജ് വെച്ചിട്ട് ഹാഷ് കണ്ടുപിടിച്ചു, എന്നിട്ട് എയുടെ പ്രൈവറ്റ് കീ വെച്ചാണല്ലോ സൈൻ ചെയ്തത്. അപ്പം ബി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എയുടെ പബ്ലിക് കീ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്തു. അപ്പം ഡീക്രിപ്റ്റ് ചെയ്തപ്പം കിട്ടിയത് എ കമ്പ്യൂട്ട് ചെയ്ത ഹാഷാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തു. അതാണ് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഇനി റിക്വയർമെൻറ്റ്സ് ഫോർ ഹാഷ് ഫങ്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. എച്ച് ക്യാൻ ബി അപ്ലൈഡ് ടു എ ബ്ലോക്ക് ഓഫ് ഡാറ്റ ഓഫ് എനി സൈസ്. ഈ ഹാഷ് ഫങ്ഷൻ ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഹാഷ് പ്രൊഡ്യൂസസ് എ ഫിക്സഡ് ലെങ്ത് ഔട്ട്പുട്ട്. എച്ച് ഓഫ് എക്സ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു കമ്പ്യൂട്ട് ഫോർ എനി ഗിവൺ എക്സ്. അതായത് ഒരു മെസ്സേജാണ് എക്സ് എന്ന് പറയുന്നത്, ആ മെസ്സേജിൻ്റെ ഹാഷ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഈസി ടു കമ്പ്യൂട്ടാണ്. ഏത് എക്സിനും അതിൻ്റെ ഹാഷ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മേക്കിംഗ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ പ്രാക്ടിക്കലാണ്. For any given value h, it is computationally infeasible to find x such that h of x equal to h. അതായത് നമ്മുടെ മെസ്സേജ് ഡൈജസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ ഹാഷ് കണ്ടുപിടിച്ചു. ആ മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഷ് വാല്യൂ, ആ ഹാഷ് വാല്യൂ കിട്ടിയാൽ തിരിച്ച് ആ മെസ്സേജ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിളാണ്. അതായത് റിവേഴ്സ് പ്രോസസ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദിസ് ഈസ് സംടൈം റെഫേർഡ് ടു ആസ് വൺ വേ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഫോർ എനി ഗിവൺ ബ്ലോക്ക് എക്സ് ഇറ്റ് ഈസ് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ടു ഫൈൻഡ് വൈ സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ. ഇതിനെയാണ് വീക്ക് കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു മെസ്സേജ് എക്സ് ഉണ്ട്, അതിൻ്റെ ഹാഷ് എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് ആണ്. അതുപോലെ തന്നെ വേറൊരു മെസ്സേജ് വൈ, അതിൻ്റെ ഹാഷ് എന്ന് പറയുന്നത് എച്ച് ഓഫ് വൈ ആണ്. അതായത് രണ്ട് മെസ്സേജുകൾ, അതിൻ്റെ രണ്ടിൻ്റെയും ഹാഷ് സെയിം ആയിട്ട്, അങ്ങനെ ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിനെ കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ആണ് പറയുന്നത്. അതിനെയാണ് വീക്ക് കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എനി ബ്ലോക്ക് എക്സ് ഇറ്റ് ഈസ് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ടു ഫൈൻഡ് വൈ സച്ച് ദാറ്റ് h of y equal to h of x. This is sometimes referred to as weak collision resistance. Next എന്ന് പറയുന്നത് it is computationally infeasible to find a pair xy such that h of x equal to h of y. ഇതിനെയാണ് സ്ട്രോങ് കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, ആ മെസ്സേജിനല്ല, അതായത് എക്സും വൈയും ഈക്വൽ ആവരുത്. എക്സ് ഉണ്ട് നമുക്ക്, അതിന് എച്ച് ഓഫ് എക്സും ഉണ്ട്. അതുപോലെ വേറൊരു വൈ, അതിൻ്റെ എച്ച് ഓഫ് വൈ. ഈ എച്ച് ഓഫ് എക്സും എച്ച് ഓഫ് വൈയും ഈക്വലായിട്ട് വേറൊരു വൈ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. അത് വീക്ക് കൊളീഷൻ റെസിസ്റ്റൻസ്. ഇവിടെ പറഞ്ഞൊരു എക്സ് വൈ പെയർ, അതിൻ്റെ ഹാഷുകൾ സെയിം ആയിട്ടില്ല, അങ്ങനെ ഒരു പെയറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനാണ് സ്ട്രോങ് കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ ഹാഷ് ഫങ്ഷൻസ് ആണ്. All hash functions operate using some general principle. എല്ലാ ഹാഷ് ഫങ്ഷൻ നമ്മൾ ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ഇൻപുട്ട് മെസ്സേജ് ഉണ്ടായിരിക്കും. ആ ഇൻപുട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് n bit ബ്ലോക്സ് ആയിരിക്കും. ഇൻപുട്ട് ഈസ് പ്രോസസ്ഡ് 1 block at a time in an iterative fashion to produce n bit hash functions. ഇത് ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ
ഒരു ഐറ്ററേറ്റീവ് മാനറിലാണ് ഈ ഹാഷ് ഫംഗ്ഷൻ ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഇൻപുട്ട് ബ്ലോക്ക് എടുക്കും, ഒരു ടൈമിൽ ആ ഒരു ബ്ലോക്ക് പ്രോസസ് ചെയ്യും, ഒരു ഐറ്ററേറ്റീവ് ഫാഷനിലാണ് ഇതിൻ്റെ ഹാഷ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. There are several proposals for simple hash function. മെയിൻലി ചെയ്യുന്നത് ബിറ്റ് ബൈ ബിറ്റ് എക്സ്ക്ലൂസീവ് OR ഓഫ് എവറി ബ്ലോക്ക് ആണ്. ബേസ്ഡ് ഓൺ XOR ഓഫ് മെസ്സേജ് ബ്ലോക്ക്. ഇറ്റ് ഈസ് നോട്ട് സെക്യൂർ സിൻസ് ക്യാൻ മാനിപ്പുലേറ്റ് എനി മെസ്സേജ് ആൻഡ് ഐദർ നോട്ട് ചേഞ്ച് ഹാഷ് ഓർ ചേഞ്ച് ഹാഷ് ഓൾസോ. So need a stronger cryptographic function. Next, birthday attack. ബർത്ത്ഡേ അറ്റാക്കിന് മുന്നേ നമുക്കാദ്യം ബർത്ത്ഡേ പാരഡോക്സ് എന്താണെന്ന് നോക്കാം. ഈ ബർത്ത്ഡേ പാരഡോക്സിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പ്രോബബിലിറ്റി തിയറിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സെറ്റ് ഓഫ് n റാൻഡംലി ചൂസൺ പീപ്പിൾസ്, അതിനകത്ത് സം പെയർ ഓഫ് ദം വിൽ ഹാവ് സെയിം ബർത്ത്ഡേ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ എടുത്തിട്ട് അതിനകത്ത് ഒരു പെയർ ഓഫ് ആൾക്കാർക്ക് സെയിം ബർത്ത്ഡേ വരും. അതിനാണ് ശരിക്കും ബർത്ത്ഡേ പ്രോബ്ലം അല്ലെങ്കിൽ ബർത്ത്ഡേ പാരഡോക്സ് എന്ന് പറയുന്നത്. ഇൻ പ്രോബബിലിറ്റി തിയറി, ദ ബർത്ത്ഡേ പ്രോബ്ലം ഓർ ബർത്ത്ഡേ പാരഡോക്സ് കൺസേൺസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സെറ്റ് ഓഫ് n റാൻഡംലി ചൂസൺ പീപ്പിൾ സം പെയർ ഓഫ് ദം വിൽ ഹാവ് ദ സെയിം ബർത്ത്ഡേ. In a group of 23 people, the probability of shared birthday exceeds 50%, while a group of 70 have 99.9% chance of shared birthday. Shared birthday എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ടുപേരുടെ ബർത്ത്ഡേ. അതാണ് ഈ ബർത്ത്ഡേ പാരഡോക്സിൽ പറയുന്നത്. ഇനി നമുക്ക് ബർത്ത്ഡേ അറ്റാക്ക് എന്താണെന്ന് നോക്കാം. അതായത് ഒരു സോഴ്സ് എ ഉണ്ട്, അയാൾ ഒരു മെസ്സേജിനകത്ത് സൈൻ ചെയ്യിക്കാൻ നോക്കുകയാണ്. ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജിനകത്തോട്ട് നമ്മൾ അതിൻ്റെ ഒരു എംബിറ്റ് ഹാഷ് കോഡ് അപ്പൻഡ് ചെയ്തിട്ട്, ആ ഹാഷ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഷ് ഉണ്ട്, അതിനകത്ത് നമ്മൾ ഇപ്പം നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുടെ സിഗ്നേച്ചർ വാങ്ങി ഒരു ഹാഷ് കോഡ് ജനറേറ്റ് ചെയ്തു, അതിനകത്ത് സിഗ്നേച്ചർ വാങ്ങി, അതിനാണ് സിഗ്നേച്ചർ വാങ്ങുന്ന പറഞ്ഞാൽ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തു, അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ സോഴ്സ് എ ഈസ് പ്രിപ്പയർഡ് ടു സൈൻ എ മെസ്സേജ് ബൈ അപ്പൻഡിങ് ദ അപ്രോപ്രിയേറ്റ് എംബിറ്റ് ഹാഷ് കോഡ് ആൻഡ് എൻക്രിപ്റ്റിംഗ് ദാറ്റ് ഹാഷ് കോഡ് വിത്ത് എസ് പ്രൈവറ്റ് കീ. എ സൈൻ ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജിൻ്റെ കറസ്പോണ്ടിങ് ഹാഷ് കോഡ് കണ്ടുപിടിച്ചു, ആ ഹാഷ് കോഡ് എയുടെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തു. ആ ഹാഷ് കോഡിനെ എയുടെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നതിനെയാണ് എ സൈൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ വരുന്ന അറ്റാക്കിൻ്റെ പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരു ഒപ്പോണൻ്റ് ഉണ്ട്, അപ്പം നമുക്കിവിടെ എംബിറ്റ് ഹാഷ് കോഡാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ ഒപ്പോണൻ്റ് ജനറേറ്റ് 2m/2 വേരിയേഷൻ ഓൺ ദ മെസ്സേജ്, ഓൾ ഓഫ് വിച്ച് കൺവേ എസെൻഷ്യലി ദ സെയിം മീനിങ്. അതായത് ഇപ്പം ഒരു അറ്റാക്കർ, അയാൾക്ക് എയുടെ സിഗ്നേച്ചറാണ് കിട്ടേണ്ടത്. അപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാളുടെ ആദ്യം ഒരു വാലിഡ് മെസ്സേജ് ഉണ്ടായിരുന്നു. ആ വാലിഡ് മെസ്സേജിൻ്റെ പല ഹാഷ് കോഡുകളും കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് അയാളുടെ കയ്യിലൊരു ഫേക്ക് മെസ്സേജും ഉണ്ടായിരുന്നു. ആ ഫേക്ക് മെസ്സേജിനും ഇതുപോലെ ഡിഫറെൻറ്റ് ഹാഷ് കോഡ് കണ്ടുപിടിച്ചു. അതായത് ദ ഒപ്പോണന്റ് പ്രിപ്പയർ ആൻ ഈക്വൽ നമ്പർ ഓഫ് മെസ്സേജ് ഓൾ ഓഫ് വിച്ച് ആർ വേരിയേഷൻ ഓൺ ദ ഫ്രോഡുലന്റ് മെസ്സേജ് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ റിയൽ വൺ. അതായത് ഒരു റിയൽ മെസ്സേജ് ഉണ്ടായിരുന്നു, ആ റിയൽ മെസ്സേജിൻ്റെ ഡിഫറെൻറ്റ് ഹാഷ് കോഡ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ ഓപ്പണൻറ്റിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ റിയൽ മെസ്സേജ് ഒരു ഫേക്ക് മെസ്സേജ് വെച്ച് റീപ്ലേസ് ചെയ്യാണ് വേണ്ടത്. സോ ഒരു ഫേക്ക് മെസ്സേജും ഉണ്ട്, ആ ഫേക്ക് മെസ്സേജിനും ഡിഫറെൻറ്റ് ഹാഷ് കോഡുകൾ കണ്ടുപിടിച്ചു. ദ ടു സെറ്റ്സ് ഓഫ് മെസ്സേജ് ആർ കമ്പയർഡ് ടു ഫൈൻഡ് എ പെയർ ഓഫ് മെസ്സേജ് ദാറ്റ് പ്രൊഡ്യൂസ് ദ സെയിം ഹാഷ് കോഡ്. ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ബൈ ദ ബർത്ത്ഡേ പാരഡോക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0.5. If no match is found, additional valid and fraudulent messages are generated until a match is made. അതായത് നമ്മൾ പറഞ്ഞു, ഇവിടെ സൈൻ ചെയ്യുന്നത് ഹാഷ് കോഡിലാണ്, ഒറിജിനൽ മെസ്സേജിലല്ല. അപ്പം ഈ ബർത്ത്ഡേ പാരഡോക്സ് വെച്ചിട്ട് രണ്ട് മെസ്സേജുകൾക്ക് സെയിം ഹാഷ് കോഡ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ 0.5% ആണ്, 0.5 ആണ് പറയുന്നത്.
പ്രോബബിലിറ്റി പറയുന്നത്. അതായത് നമുക്ക് എ ആണ് സൈൻ ചെയ്യേണ്ട ആൾ, ഒരു അറ്റാക്കർ ഉണ്ടായിരുന്നു, അറ്റാക്കറുടെ കയ്യിൽ ഒരു റിയൽ മെസ്സേജും ഉണ്ട്, ഫേക്ക് മെസ്സേജും ഉണ്ട്. ഈ റിയൽ മെസ്സേജിനും ഡിഫറെൻറ്റ് ഹാഷ് കോഡുകൾ കണ്ടുപിടിച്ചു, ഈ ഫേക്ക് മെസ്സേജിനും ഡിഫറെൻറ്റ് ഹാഷ് കോഡുകൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ ഹാഷ് കോഡുകൾ തമ്മിൽ മാച്ച് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. The opponent offers a valid variation to A for signature. This signature can be then attached to the fraudulent variation for transmission to the intended recipient. Because the two variations have the same hash code, they will produce the same signature. The opponent is assured of success even though the encryption key is not known. എന്നിട്ട് എയുടെ അടുത്തേക്ക് കറക്റ്റ് മെസ്സേജ് കൊടുത്തിട്ട് അതിനകത്ത് സിഗ്നേച്ചർ വാങ്ങിക്കും. അപ്പം ഈ നമുക്ക് നമ്മുടെ ഈ ഫേക്ക് മെസ്സേജിനും സെയിം ഹാഷ് കോഡ് ആയതുകൊണ്ട് സിഗ്നേച്ചർ സെയിം ആയിരിക്കും. എന്നിട്ട് റിയൽ മെസ്സേജ് മാറ്റിയിട്ട് ഫേക്ക് മെസ്സേജ് റിസീവർക്ക് കൊടുക്കും. അപ്പം എന്താണ് ഇത് സക്സസ് ആണെന്ന് ഓപ്പണൻറ്റിന് അറിയാം, കാരണം ആ കീ അറിയില്ലെങ്കിലും ഇത് സക്സസ് ആണെന്ന് അറിയാം, കാരണം സെയിം ഹാഷ് കോഡാണ്. ഇതാണ് ബർത്ത്ഡേ പാരഡോക്സിൽ പറയുന്നത്. So the conclusion is that need to use larger MAC അല്ലെങ്കിൽ ഹാഷ്. ഇവിടെ ഈ ബ്ലോക്ക് സൈഫർ ആസ് ഹാഷ് ഫങ്ഷൻസിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു മെസ്സേജ് M ഉണ്ടായിരുന്നു, ആ മെസ്സേജിന് പല M1 M2 അങ്ങനെ ഫിക്സഡ് സൈസ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് സിമെട്രിക് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് DES ആണ് ഹാഷ് കോഡ് G കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കൊരു H0 ഉണ്ട്. H0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ ആണ്. പിന്നെ HI എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മെസ്സേജ് MIയും അതിൻ്റെ പ്രീവിയസ് ഹാഷ് HI-1ൻ്റെയും കൂടെ എൻക്രിപ്റ്റഡ് റിസൾട്ടാണ്. G എന്ന് പറയുന്നത് H(n) ആണ്. ഇതെന്ന് പറയുന്നത് സിമിലർ ടു CBC ടെക്നിക്കാണ്. പക്ഷേ ഇവിടെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സീക്രട്ട് കീ ഒന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പഴയ പോലെ തന്നെ ദി സ്കീം ഈസ് ഓൾസോ സബ്ജക്റ്റ് ടു ബർത്ത്ഡേ അറ്റാക്കാണ്. ഇവിടുത്തെ എൻക്രിപ്ഷൻ സ്കീം എന്ന് പറയുന്നത് അൽഗോരിതം DES ആണ്. അതിനകത്ത് നമുക്ക് 64 ബിറ്റ് ഹാഷ് കോഡേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വൾണറബിളും ആണ്. പിന്നെ ഇവിടെയുള്ള മറ്റൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു ഓപ്പണൻറ്റ് നമ്മുടെ മെസ്സേജ് എന്താണ് ഇൻ്റർസെപ്റ്റ് ചെയ്യാണ് വിത്ത് എ സിഗ്നേച്ചർ ഇൻ ദ ഫോം ഓഫ് എൻക്രിപ്റ്റഡ് ഹാഷ് കോഡ്. ഇവിടെ അൺഎൻക്രിപ്റ്റഡ് ഹാഷ് കോഡ് എന്ന് പറയുന്നത് M ബിറ്റ് ലോങ് ആണ്. നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഡിസൈർഡ് മെസ്സേജിനെ Q1 Q2 അങ്ങനെ N-2 അങ്ങനെ ഒരു ബ്ലോക്കുകളായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഹാഷ് കോഡ് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഹാഷ് കോഡ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ജനറേറ്റ് 2m/2 റാൻഡം ബ്ലോക്ക് ഫോർ ഈച്ച് ബ്ലോക്ക് X. അതിനകത്ത് ഓരോ ബ്ലോക്ക് Xനും ഒരു 2m/2 റാൻഡം ബ്ലോക്കുകൾ നമ്മൾ ജനറേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ഹാഷ് കോഡ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അഡീഷണൽ 2m/2 റാൻഡം ബ്ലോക്ക് വേറൊരു ബ്ലോക്ക് Yക്കും നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ അതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് ഡീക്രിപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഡീക്രിപ്ഷൻ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. അതായത് ഡീക്രിപ്ഷൻ ഓഫ് Y, G കമ്പ്യൂട്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് നമ്മൾ എന്താണ് ബർത്ത്ഡേ പാരഡോക്സ് വെച്ച് പറയുകയാണ്. Xൻ്റെയും Yയുടെയും, അതായത് എൻക്രിപ്റ്റ് ചെയ്ത Xൻ്റെയും ഒരു മെസ്സേജ് നമ്മൾ എന്താണ് ഹാഷ് കോഡ് കണ്ടുപിടിച്ചുവല്ലോ, അതായത് എൻക്രിപ്റ്റ് ചെയ്തിട്ട്. അതുപോലെ അതിൻ്റെ തിരിച്ച് നമ്മൾ ഒരു എന്താണ് Yയുടെ ഡീക്രിപ്ഷനും നമ്മൾ നോക്കി. ഇത് രണ്ടും കൂടെ മാച്ച് ആവുമോ നോക്കി. നമ്മുടെ ബർത്ത്ഡേ പാരഡോക്സ് വെച്ചിട്ട് നമുക്കതിൻ്റെ ഒരു പ്രോബബിലിറ്റി പറയാൻ പറ്റും. ബർത്ത്ഡേ പാരഡോക്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു എന്താണ് പെയർ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ്. നമ്മളിവിടെ പറഞ്ഞ സെനാരിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ഓപ്പണൻറ്റ് മെസ്സേജിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാണ് ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഹാഷ് കോഡ് വെച്ചിട്ട് അതായത് സിഗ്നേച്ചർ വെച്ചിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു സെനാരിയോ ആണ് പറഞ്ഞത്. അതായത് നമുക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ Q1 Q2 അങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ ഒരു ഹാഷ് കോഡ് കമ്പ്യൂട്ട് ചെയ്തു. പിന്നെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ ബ്ലോക്കിനും നമ്മൾ പല ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്ത്, ഓരോ ബ്ലോക്കിനും നമ്മൾ എന്താണ്
2m/2 റാൻഡം ബ്ലോക്കുകൾ ജനറേറ്റ് ചെയ്തു എന്നിട്ട് അതിൻ്റെ ഹാഷ് കോഡ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ബ്ലോക്കിനും നമ്മൾ ഓരോ ബ്ലോക്കിൻ്റെയും വേറൊരു ബ്ലോക്ക് എടുത്തു. നമ്മൾ ആദ്യം ഇപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പേര് കണ്ടുപിടിക്കാൻ നോക്കുകയാണല്ലോ പറഞ്ഞത്. അതായത് നമ്മൾ എക്സ് എടുത്തു, അതിൻ്റെ ഒരു 2m/2 റാൻഡം ബ്ലോക്കുകൾ കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൻ്റെ ഹാഷ് കോഡ് കണ്ടുപിടിച്ചു. അതുപോലെ വേറൊരു ബ്ലോക്ക് എടുത്തു, അതിൻ്റെ 2m/2 റാൻഡം ബ്ലോക്കുകൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡീക്രിപ്ഷൻ, എന്നിട്ട് ഈ ഡീക്രിപ്ഷനും എൻക്രിപ്ഷനും ഈക്വൽ ആകുന്ന ഒരു പേര് കണ്ടുപിടിച്ചു. അതായത് നമ്മുടെ ബർത്ത്ഡേ പാരഡോക്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പേര് നമുക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. ഇത്തരത്തിലുള്ള അറ്റാക്കിനാണ് നമ്മൾ മീറ്റ് ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. സോ അതർ വേരിയേഷൻസ് ആർ ഓൾസോ സസെപ്റ്റബിൾ ടു അറ്റാക്ക്. നെക്സ്റ്റ് ഹാഷ് ഫങ്ഷൻസ് ആൻഡ് മാക്സ് സെക്യൂരിറ്റി ആണ് പറയുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കാണ്. The nature of brute force attack differs somewhat for hash function and max. അതിനകത്ത് ഫസ്റ്റ് ഹാഷ് ഫങ്ഷൻസിൻ്റെ കേസാണ് പറയുന്നത്. The strength of a hash function against brute force attack depends solely on the length of the hash code produced by the algorithm. ഇതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് വെച്ച് പറയാം. ഫസ്റ്റ് വൺ വേ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഫോർ എനി ഗിവൺ കോഡ് എച്ച്, അതായത് ഹാഷ് കോഡ് എച്ച്, ഇറ്റ് ഈസ് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ടു ഫൈൻഡ് എക്സ് സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച്. ഇതിൻ്റെ എഫേർട്ട് നീഡഡ് എന്ന് പറഞ്ഞാൽ 2n ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വീക്ക് കൊളീഷൻ റെസിസ്റ്റൻസ്. ഫോർ എനി ഗിവൺ ബ്ലോക്ക് എക്സ് ഇറ്റ് ഈസ് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ടു ഫൈൻഡ് വൈ, അതായത് വൈയും എക്സും ഈക്വൽ ആവരുത്. ഒരു എക്സ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വൈ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അതായത് എച്ച് ഓഫ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ്, അങ്ങനെ ഒരു പെയർ, അതായത് രണ്ടും ഒന്നല്ലാതെ എക്സ് ഈക്വൽ ടു വൈ അല്ലാത്ത മറ്റൊരു വൈ നമുക്ക് കണ്ടുപിടിക്കാൻ കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ എഫേർട്ട് നീഡഡ് എന്ന് പറഞ്ഞാൽ 2n ആണ്. നെക്സ്റ്റ് സ്ട്രോങ് കൊളീഷൻ റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ടു ഫൈൻഡ് എനി പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ. ഇതിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ 2n/2 ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാക്കിൻ്റെ കേസാണ്, മെസ്സേജ് ഒതൻറ്റിക്കേഷൻ കോഡ്സ്. എ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഓൺ എ മാക് ഈസ് ഡിഫിക്കൽട്ട് അണ്ടർടേക്കിംഗ് ബിക്കോസ് ഇറ്റ് റിക്വയർസ് നോൺ മെസ്സേജ് മാക് പെയേഴ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓഫ് മാക് അൽഗോറിതം ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് സൈസ് ഓഫ് കീ ആൻഡ് മാക്. സോ വി നീഡ് ടു ഡിസൈഡ് സെക്യൂരിറ്റി പ്രോപ്പർട്ടി ഓഫ് മാക് അൽഗോറിതം. ഇനി കമ്പ്യൂട്ടേഷൻ റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. ഫോർ എനി ഗിവൺ വൺ ഓർ മോർ ടെക്സ്റ്റ് മാക് പെയേഴ്സ്, അതായത് XI, മാക് എന്ന് പറഞ്ഞാൽ നമ്മൾ കീയും XIയും കൂടിയാണല്ലോ പറയുന്നത്, അതിൻ്റെ ഒരു ചെക്സം പോലെ. അപ്പം C of K, XI, it is computationally infeasible to compute any text mac pair X, C of K, X for any new input X not equal to XI. അതിവിടെ പറഞ്ഞ ഒരേപോലത്തെ എന്താണ് ടെക്സ്റ്റ് മാക് പെയേഴ്സ് കണ്ടുപിടിക്കുന്നതിന് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ആണെന്നാണ് പറയുന്നത്. ഇവിടത്തെ രണ്ട് അറ്റാക്സിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് അറ്റാക്ക് ദ കീ സ്പേസും അറ്റാക്ക് ദ മാക് വാല്യൂ ആണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റനാലിറ്റിക് അറ്റാക്കിൻ്റെ കേസാണ് പറയുന്നത്. An ideal hash or MAC algorithm will require a cryptanalytic effort greater than or equal to the brute force effort.